ഹായ് ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയുടെ പ്രണയ ജീവിതത്തിൽ എന്താണ് ഈ ഒരു സമയം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? യൂണിവേഴ്സ്, നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങൾക്കും നിങ്ങളുടെ പേഴ്സന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു മാറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ നിറയുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ നേടിയെടുക്കണം. ഏതൊക്കെയോ ഒരു സാഹചര്യത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ എന്ത് ടെൻഷനിലാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിൽക്കുന്നതെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട് ഈ ഒരു സമയം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, ചിലർ പഠിക്കുന്ന കാര്യത്തിലാകാം, അല്ലെങ്കിൽ മറ്റ് എന്ത് കാര്യത്തിലായാലും, ജോലിയായാലും റിലേഷൻഷിപ്പിലായാലും, ഇനി എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്ന ആ ഒരു അവസരങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നിട്ടും നിങ്ങൾ അതൊക്കെ കാണാതെ പോകുന്നു ഈ ഒരു സമയം. കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിന്നും നിങ്ങളൊരു ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ്. കാരണം എന്തൊക്കെയോ സാഹചര്യത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടാൻ വേണ്ടി നിങ്ങൾ പലതും നിങ്ങൾക്ക് ത്യജിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പലതും ത്യജിക്കേണ്ടി വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്ത ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു അകൽച്ചയിലായിരിക്കുന്ന ആ ഒരു സമയത്തിലും നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളോ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകാണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ പല തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പല ഡെത്ത് സിറ്റുവേഷനും പല വേദനകളിൽ നിന്നും നിങ്ങൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നും എനിക്കിനി വേദനിച്ച് നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തളർന്നിരിക്കാൻ പറ്റില്ല, ഇനി എനിക്ക് മുന്നോട്ട് തന്നെ പോകണം, എന്തൊക്കെ സാഹചര്യങ്ങൾ എന്നിലുണ്ടെങ്കിലും എനിക്കതെല്ലാം നിർത്തി നിങ്ങൾ നിങ്ങളുടേതായ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഈ ഒരു സമയത്ത് അവനവൻക്ക് വേണ്ടി അധ്വാനിക്കുക, അവനവൻ്റെ കാര്യങ്ങൾ നോക്കുക, അവൻ്റെ സ്റ്റൈല് എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളെ കാര്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നത് ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നു,
എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ആ ഒരു നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ സാധിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആദ്യം തന്നെ ചിന്തിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ വഴി സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴി അത് എന്ത് തന്നെ ആയാലും, അത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം അത്രമാത്രം യൂണിവേഴ്സ് സപ്പോർട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ ആഗ്രഹിച്ച ആ വിജയം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പേഴ്സൺ, അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾ എന്താണോ ഞാൻ പറഞ്ഞത് ആദ്യം കിട്ടിയ ആ ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ മാറ്റിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് നിങ്ങൾ ത്യാഗം സഹിച്ചതായിട്ടല്ല കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ ആ ഒരു കാര്യത്തിലേക്കൊക്കെ വിജയം കൈവരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് നിങ്ങളുടെ അത് വ്യക്തിയായാലും എന്ത് തന്നെ ആയാലും ഇപ്പോഴെല്ലാം നിങ്ങൾക്കാണ് വിജയം കൈവരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ആൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആളുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രമാത്രം കരഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മുൻപ് ഒരുപാട് വേദനയിലൂടെയൊക്കെയാണ് നിങ്ങൾ പോയിട്ടുള്ളത് എങ്കിൽ അതിനൊക്കെ നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ആ സമയത്ത് നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളിലേക്ക് ആ ഒരു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. നിങ്ങളുടെ പേഴ്സണായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങൾ, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. ഈ ഒരു ചേഞ്ച് നിങ്ങളെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഒരു ചേഞ്ചിലൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു. ഈ ഒരു ചേഞ്ചിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു. അത് മാരേജ് കഴിക്കാത്തവർക്ക് മാരേജിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പിന്നെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ, നിങ്ങളുടെ ഹസ്ബൻഡ് തിരിച്ചു വരുന്നതായിട്ടും അതേപോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കുറച്ച് പേരുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായാലും ആ ഒരു കാര്യമാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഒരു മെസ്സേജാണിത്. ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങൾ എന്തൊക്കെയാണോ സ്വപ്നം കണ്ടത്, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ കഷ്ടപ്പെട്ടത്, എന്ത് നേടാനാണോ, ഇവിടെ കണ്ടോ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നതും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ആവേശമാണ്. ഈ ഒരു സമയത്ത് ആവേശം നിങ്ങളിലേക്ക്, അതായത് അവർക്കിപ്പോൾ മനസ്സിലായി നിങ്ങളാണ് അവരുടെ എല്ലാം. ആ ഒരു ആവേശത്തിലൂടെ ആൾ നിങ്ങളിലേക്ക് എത്തി നിൽക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സ്വപ്നമാണോ സ്റ്റാർട്ടിങ് മുതൽ കാണുന്നത് ആ സ്വപ്നത്തിനൊക്കെ ആ സ്വപ്നത്തിന് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ കാത്തിരുന്ന് മടുത്തതായിരിക്കാം, ഇനി എന്നിലേക്ക് വരില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിൽക്കുന്നതാണെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഇനി അടുത്തതായിട്ട് വീണ്ടും അടുത്തൊരു ദിവസത്തേക്കുള്ള റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു യൂണിവേഴ്സ്.